ഹലോ, അസ്സലാമു അലൈക്കും. നാട്ടില് പാട്ട് നിർത്തട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഇന്ന് ഞാനും യാസീനും കൂടി ഉള്ളൊരു വ്ളോഗാണ്. അപ്പോൾ കല്യാണ തിരക്കിലാണ്. അളിയൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നാലെ വരും. അപ്പോൾ യാസീനായിട്ട് ഇന്ന് നമ്മൾക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ അവനായിട്ട് പോവുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് വൈഫിൻ്റെ ഹൗസിലേക്ക്. വൈഫ് ഹൗസ് വരുന്നത് രാമനാട്ടുകര അടുത്ത് വാഴയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ക്ലാസ് ഉണ്ട് പിന്നെ. അപ്പോൾ ആ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയുള്ള വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് പങ്കുവെക്കുന്നത്. മിസ്റ്റർ യാസീൻ വിത്ത് മീ ആൻഡ് മീ വിത്ത് മീ. മീ വിത്ത് മീ എന്ന് പറഞ്ഞ അർത്ഥം അറിയാം എനിക്ക്. അപ്പോൾ യാസീൻ വിദ്യാർത്ഥി സ്കൂളിലാണ് പഠിക്കുന്നത് പറഞ്ഞു കൊടുത്താ. ഗ്രേസ് വാലി പബ്ലിക് സ്കൂൾ മരവട്ടം എന്ന സ്കൂളിലാണ് നമ്മളെ യാസീൻ പഠിക്കുന്നത്. 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മാഷാ അല്ലാ നല്ല പഠിക്കും. എൻ്റെ എല്ലാ പ്രതീക്ഷകളും യാസീനിലാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ സ്കൂളിൽ എത്തുന്നത് വരെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാമനാട്ടുകരന്ന് പിന്നെ കാടാമ്പുഴയിലേക്ക് മരവട്ടത്തേക്ക് ഹൈവേയിലൂടെയാണ് പോണത്. നമ്മൾ പുതിയ ഹൈവേ ഒന്ന് കണ്ടാലോ. നല്ല മഴ ഉണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളൊരു ആവറേജ് സ്പീഡിലാണ് പോകുന്നത്. ഒരു 80-100 ആ ഒരു ലെവലിലേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ നമുക്കറിയാം മഴ നാട്ടിലിപ്പോൾ ശക്തമായ മഴയാണ്. ചെറിയൊരാഴ്ചത്തെ ആശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ്. അൽഹംദുലില്ലാ അനുഗ്രഹത്തിൻ്റെതാണ് മഴ. പക്ഷെ നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും ദുഷ്കരമാണ്. എന്തായാലും ഇതാ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ യാസീൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിട്ട് മറ്റാൾ മദ്രസയും കഴിഞ്ഞാൽ അവർ ഫോൺ ചെയ്യും. അപ്പോൾ ഞാൻ പോയിട്ട് ഇവനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിതേപോലെ ഇങ്ങോട്ട് പോരുമ്പോൾ വേറൊരാൾ കൂടി ഉണ്ടാവും. പക്ഷേ ആ വിശേഷങ്ങൾ പിന്നെ ഉണ്ടാവും. യാസീൻ, എൻ്റെ ക്ലാസ് ടീച്ചറുടെ പേരെന്താ പറഞ്ഞ? അഞ്ജലി മാമാണ് യാസീൻ്റെ ക്ലാസ് ടീച്ചറുടെ പേര്. ഈ ക്ലാസ്സിൽ പഠിക്കാൻ ഉഷാറാണോ അതോ ആവറേജ് ആണോ അതോ ബിലോ ആണോ? ഉഷാറാണെന്നാണ് പറഞ്ഞു. മാഷാ അല്ലാ, അങ്ങനെ ഒന്നും ഉഷാറായിരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഏത് എക്സാം അപ്പോൾ നടക്കുന്നത്? ക്വാർട്ടറാണോ ഹാഫാണോ? അല്ല, ക്വാർട്ടർ ഇയർ എക്സാം ആണോ അതോ കാക്കൊല്ല പരീക്ഷയാണോ? അതിനാണ് ക്വാർട്ടർലി എക്സാം എന്ന് പറയാം കേട്ടോ. ഓണപരീക്ഷ പണ്ട് അരക്കൊല്ല പരീക്ഷയായിരുന്നു ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയിൽ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ നമ്മൾ കൂരിയാട്. അപ്പോൾ അതൊക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ കാണിക്കും. അപ്പോൾ ഹൈവേയിലൊക്കെ പോകുന്നവർ മഴയുള്ള സമയത്താണെങ്കിൽ ഓവർ സ്പീഡൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഒരു മഹാന് ഫസ്റ്റ് ട്രാക്ക് കൂടി പോകുന്നുണ്ട്, ലോറിയാണ്. എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ? 16 ബോയ്സും ബാക്കിയൊക്കെ പെൺകുട്ടികളാ. ആരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്? ഷാദീൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഓ അടിപൊളിയാ. എത്ര ക്ലാസ് മുതലുണ്ട് ഷാദീൻ എൻ്റെ ഒപ്പം? 1ാം ക്ലാസ് മുതൽ ഷാദീനും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഷാദീനാണോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടോ. എന്നാലും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവില്ല എൻ്റെ കൂടെ. എല്ലാ കുതിര കളിക്കും മുട്ടായി വാങ്ങാൻ പോകാനും പിന്നെ അതുപോലെ ഷാദീൻ. അത് ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ സ്കൂളിൻ്റെ? ഇത്രയും കാലത്ത് പഠിപ്പിച്ചതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചർ ഉണ്ടാവില്ല, അതാരാ? ഇല്ല, എവിടേക്ക് പോയി? മാഷാ അല്ലാ. ആണോ പെണ്ണോ? മേടാണ്. അപ്പോൾ മക്കളെ നല്ല മഴയാണ്. തകർത്ത മഴ. ഇപ്പോൾ നമ്മളത് യൂണിവേഴ്സിറ്റിയാണുള്ളത്. ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തുള്ള കാക്കഞ്ചേരിയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും മനസ്സിലാവില്ല ശക്തമായ മഴ കാരണം. നമ്മളിപ്പോൾ ഇതാ ഒരു 90-100 ഇങ്ങനെ പിടിച്ചിട്ടാണുള്ളത്. ഭയങ്കര സ്പീഡ് എടുക്കാൻ പറ്റില്ല. ഇതാണ്. അപ്പോൾ ഇന്ന് IT ആണ് ആദ്യത്തെ എക്സാം അല്ലേ? രണ്ടാമത്തെ എക്സാം വാച്ച് ചെയ്താൽ സൂപ്പർ വാച്ച് ഉണ്ടല്ലോ. വാച്ച് ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താൽ അത് ഊരാതെ കാണിച്ചു കൊടുത്താൽ മതി. ഇങ്ങോട്ട് കൊടുത്തു കൊടുത്തു. ഇതേതാ വാച്ച്? ആര് കൊടുത്താ? അതാണ് ഞാൻ കൊടുത്തെടുത്ത വാച്ചാണ്. ഇത്ര കാലമൊന്നും നിൽക്കലില്ല, അതിപ്പോൾ കുറേ ആയില്ലേ. പിന്നെ എനിക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാ? ഇംഗ്ലീഷിലല്ല എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടല്. ഹിന്ദിയിലാണ്. ഹിന്ദി ആർക്കും ഇഷ്ടമല്ല. തുമാരാ നാം ക്യാ മേരാ നാം നൗഷാദ്. എനിക്കും ഇഷ്ടമല്ല ഹിന്ദി പഠിക്കാൻ. പക്ഷെ ഹിന്ദിയിൽ എനിക്ക് ഏറ്റവും മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അത് പിന്നെ അത് പോട്ടെ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പീരീഡ് അപ്പോൾ ഏതാ? ഇംഗ്ലീഷ് തന്നെയാണ് ഇഷ്ടമുള്ള പീരീഡ്. നിങ്ങൾക്ക് PT കിട്ടണില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്താ? പിന്നെ അങ്ങനെ തന്നെ അല്ലേ? സ്കൂളിൽ മലയാളം പറയാൻ പാടില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ
ഗേൾസ് ഇംഗ്ലീഷ് പറയുണ്ടാവുള്ളൂ, മലയാളം പറയുണ്ടാവില്ല. ഗേൾസ് ഇംഗ്ലീഷിലെ സംസാരിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഇംഗ്ലീഷിലെ സംസാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ്. കുറച്ചേരം മഴ പോയി മാഷാ അല്ലാ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമ്മളെ സൗണ്ട് കറക്റ്റ് കേൾക്കും. ഇപ്പോൾ നമ്മളെവിടെ എത്തിയെന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞു, ഇവിടേക്ക് എത്തി, കോഹിനൂർ എത്തിയിട്ടോ മാഷാ അല്ലാ. കോഹിനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കോഹിനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ഉണ്ടല്ലോ, അമ്പളിച്ചേട്ടൻ, മൂപ്പരെ കാർ ആക്സിഡൻ്റ് ആയത്, മൂപ്പര് പോയി വയ്യാതെ കിടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ആക്സിഡൻ്റ് ആയത് അന്ന് കാറ്. അതാണ് നമ്മളെ കോഹിനൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, ഭയങ്കര കോഹിനൂർ എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. കോഹിനൂർ കഴിഞ്ഞാൽ നമ്മൾ ചേളാരി എത്തുട്ടോ. അപ്പോൾ സ്ഥലങ്ങളൊന്നും എത്തുന്നത് നമ്മൾ പെട്ടെന്ന് അറിയില്ല. കാരണം അത്രയും സ്പീഡിലാണ് നമ്മൾ വണ്ടികൾ പോകുന്നത്. റോഡിൻ്റെ വേഗതയൊക്കെ അത്രയുണ്ട്. നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് പോകണമെന്ന് മാത്രം. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാനേ പാടില്ല. ശരി, ഓണപരിപാടി ഒന്നും ഉണ്ടാവില്ല നിങ്ങളെ സ്കൂളിൽ? ഉണ്ടോ ഓണപരിപാടി? ഉണ്ടോ? സാധാരണ അങ്ങനെ ഇപ്പൊ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. അതാർക്കറിയോ? മുസ്ലിം ഏതൊരു ടീച്ചർ പറഞ്ഞു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കരുത്. എന്റെ അഭിപ്രായം എന്താ? ഓണാഘോഷത്തിൽ പങ്കെടുക്കണോ വേണ്ടേ? എന്റെ തല കാണില്ല. അതെന്ത് ഓണപരിപാടി? ഒരു ബലേനോ ആക്സിഡന്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഓണപരിപാടിയിലൊക്കെ പങ്കെടുക്കാം, പക്ഷെ അതൊരു ആചാരമായിട്ട് നമ്മൾ കൊണ്ടാടരുത്. അത്രേ ഉള്ളൂ. അതല്ല എൻ്റെ അഭിപ്രായം. നമ്മൾ പങ്കെടുക്കുക, ഭക്ഷണം കഴിക്കുക, വസ്ത്രം അതുപോലെ ധരിക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊരു ആചാരമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത്, നമ്മളെ മനസ്സ് എപ്പോഴും എന്താ പറയുക, നീയത്തിലാണ് കാര്യം. നമ്മൾ എടുക്കുന്ന നീയത്തുണ്ടല്ലോ, അതിലാണ് കാര്യം. നമുക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? സത്യം പറഞ്ഞോ? പറഞ്ഞോ? അപ്പച്ചിക്കൊക്കെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പിന്നെന്താ പറയണേന്? അപ്പൊ ആ കാര്യത്തിൽ ഇപ്പൊ ഒരു പെൺവിരോധിയാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എപ്പോഴും കാക്കാന്റെ പരാതികൾ വന്നിട്ട് ഉമ്മച്ചിനോട് പറയാ, എന്നോട് പറയാ, പിന്നെ അതുപോലെ ഓലത് കാട്ടി ഇവരിത് കാട്ടി എന്നൊക്കെ പരാതി പറയാ. അല്ല, അതൊക്കെ നല്ലതാട്ടോ. പഠിക്കുന്ന കാലത്ത് പഠിത്തത്തിൽ ശ്രദ്ധിക്കുക, ഉമ്മാരെയും ഉപ്പാരെയും ആഗ്രഹങ്ങൾ കാത്തു സൂക്ഷിക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്രൈവിങ് ആസ്വദിക്കുകയാണ് വേണ്ടത്. കാരണം മാഷാ അല്ലാ അടിപൊളി റോഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ക്യാമറ യാസിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു മാക്സിമം ഒരു 120 പിടിച്ചു നോക്കാം അല്ലേ? അപ്പോൾ നമ്മളിതാ 5th ഇനി ഒരു 120 പിടിക്കാൻ വേണ്ടി പോവാണ്. ഗൾഫിലൊക്കെ നമ്മൾ ഓടിക്കുന്ന നോർമൽ സ്പീഡ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഹൈവേയിൽ 120 പോകാൻ നോക്കാം. നിങ്ങൾ വീഡിയോയിൽ കമൻ്റ് ഇട്ട് 120 പോയത് നാക്കരുത് കേട്ടോ. പോലീസ് നിന്നെ തിരഞ്ഞു വരും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു റോഡ് വന്നത് ഭയങ്കര ഉപകാരമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും എന്ത് ചെയ്യുക, മിസ്യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം. അപ്പോൾ നമ്മൾ 120 എത്തിയിട്ടുണ്ട്. 120 ഒന്നും ഇതിലൊരു സ്പീഡല്ല ശരിക്കും. പക്ഷേ നമ്മളെന്ത് ചെയ്യേണ്ടത്, മിസ്യൂസ് ചെയ്യരുത് റോഡ് എപ്പോഴും. അപ്പോൾ ഇവിടെ നമ്മൾ ഡൈവേർഷൻ ആവുകയാണ്, പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ കൺട്രോള് നമ്മളെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല എപ്പോഴും. ഇതാണ് ഡൈവേർഷൻ ഇവിടെ വരിക. അങ്ങനത്തെ ചെറിയ പോക്കറ്റ് റോഡുകളാണ് നമുക്ക് ഇതിൽ കൂടുതൽ വരുന്നത്. നമ്മൾ അപ്രോച്ച് റോഡിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വണ്ടീൻ്റെ ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ അവിടെ എപ്പോഴാണ് അപ്പം അങ്ങോട്ട് മുകളിൽ കയറുക? ഇതിപ്പോൾ എവിടെ സ്ഥലം? തണിക്കലോ? കൊളപ്പുറം. കൊളപ്പുറം എത്തിക്കണേ നമ്മൾ. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് പോകൂലേ? ശരിയാ. അപ്പൊ ഇതാണ് കൂരിയാട്. നമ്മളെ കഴിഞ്ഞ 2 മാസം മുന്നേ നടന്ന ശക്തമായ മഴയിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോയത് ഇവിടെയാണ്. ഭയങ്കര വാർത്തയായിരുന്നു. അപ്പോൾ ആ റോഡിലൂടെ, അപ്രോച്ച് റോഡിൽ മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് ആ സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രോപ്പർ ഇടിഞ്ഞ ഭാഗം ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു തൂണ് മാത്രമാണ് ഇവിടെ ബാക്കിയായത്. ഈ കാണുന്ന ചെറിയ തൂണ് കണ്ടോ? ഇങ്ങോട്ട് കാണിച്ച റൈറ്റ് സൈഡ്, അതാ ഈ തൂണ് മാത്രമാണ് ബാക്കിയായത്. ഈ ഭാഗം മൊത്തം ഇടിഞ്ഞു പോകണ്ടായത് കണ്ടോ? ഇതൊക്കെ റോഡ് കംപ്ലീറ്റ് ആയിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പം എന്തായി, രണ്ടാമത് വലിയ ഫില്ലറുകളൊക്കെ കെട്ടി, അതിൽ കൂടി കാണിക്കും, മുന്നിൽ കൂടി ഫില്ലറുകളൊക്കെ കെട്ടി രണ്ടാമത് പേര് കെട്ടിപ്പൊക്കാണ്. ഇങ്ങനെ ഇപ്പം ഇത് കണ്ടിട്ട് എനിക്കിത് ഇനിയൊരു 6 മാസത്തെ പണിയുണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാരണം അത്രയും ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ഈ പണി നടക്കുന്നത് തോന്നുന്നുണ്ട്. അവിടുന്ന് കാണുന്ന ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഭാഗമാണ് ഇടിഞ്ഞു പോയത്. ഈ ഭാഗമൊക്കെ
ആദ്യമായിട്ട് പണിത്. ആ പാലം അവിടുന്ന് ഇങ്ങോട്ട് മുറിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം മൊത്തം ഇടിച്ച് നിരത്തിയിട്ട് രണ്ടാമത് ഫില്ലർ കെട്ടിയിട്ട് കെട്ടുകയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളെ കൂലിപ്പണിക്കാരനില്ലേ ഒരു ചങ്ങായിൻ്റെ വീഡിയോ, അയാൾ വീഡിയോ കെട്ടിയെന്നല്ലോ. അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഇന്നലെയും ബ്ലോക്കാണ്, ചെറിയൊരു ബ്ലോക്ക് ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. സ്കൂള് നേരം കൂടാ നമ്മൾ സ്കൂളിലേക്കുള്ളതാ ഗ്രേസ് വാലി എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ അതാ പിന്നെ വണ്ടിയിൽ കൊടുന്നാക്കിയിട്ട് പോവുകയാണ്. ഗേറ്റിൻ്റെ അടുത്ത് എത്താനായി. യാസീൻ്റെ സ്കൂൾ ഗേറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ ഗ്രേസ് വാലി പബ്ലിക് സ്കൂൾ, മാഷാഅല്ലാഹ്. അതാണ് ഗേറ്റ്. ഉള്ളിൽ കയറുകയാണ്. ലെഫ്റ്റ് 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 എന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പോയി എന്താ വീട്, ഇവിടുന്ന് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ മുഹമ്മദ് യാസീനിൻ്റെ സ്കൂളാണ്. സ്പീഡ് ലിമിറ്റ് 10 km/h ഓൾറെഡി. എവിടെയാണ് സ്കൂള്? നല്ല കിടിലം പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഹോണ്ടൻ്റെ ഒരു ചെറിയ വണ്ടിയൊക്കെ ഉണ്ട് അടുത്ത്, ഇങ്ങനെ നിർത്തുകയാണ്. വണ്ടി കണ്ടോ? ഞാനും കണ്ടിക്കണേ. ഹോണ്ട സീക്കിന്റെ ഓണർ ഞാനാണ്. നിങ്ങളാണ്. അപ്പൊ ഞാൻ പോവാണ്, എക്സാം ആയിട്ടുണ്ട്. ഇവരാണ് ബെസ്റ്റ് ഫ്രണ്ട് ഷാദീനില്ലേ. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടിരിക്കുന്നു.